ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിവേക് ബാലകൃഷ്ണൻ. ഷൈം ടോം ചാക്ക ഹീറോയാടാ, ഹീറോ. ഷൈം ടോം ചാക്ക വിൻസി അലേഷ്യസിന്റെ അടുത്ത് പൊതുവേദിയിൽ മാപ്പ് പറഞ്ഞ് ഹീറോ ആയിരിക്കുകയാണ്. വിൻസി അലേഷ്യസ് അദ്ദേഹത്തിന് നേരെ ഒരു ആരോപണമൊക്കെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ആ ആരോപണം വളരെ ബാലിശമായി പോയി എന്ന് ആ സമയത്ത് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. വിൻസി അതിനോട് പ്രതികരിച്ചത് അത് വളരെ വിവാദമായി, പോലീസ് കേസൊക്കെ ആവും എന്ന് കണ്ടപ്പോൾ വിൻസി പറഞ്ഞത് ഞങ്ങൾ സിനിമാക്കാര് സിനിമയിൽ തന്നെ ഇതൊക്കെ തീരുമാനിച്ചോളാം എന്നുള്ളതാണ്. വിൻസിയോട് ആ സമയത്ത് കുറെ ആളുകളൊക്കെ പ്രതികരിച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് സിനിമയുടെ അടുത്ത് പോയി പറഞ്ഞാൽ പോരെ, പൊതു മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിരുന്നിട്ട് ഇത് പറയേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. വിൻസിക്ക് അതിൽ ആ കാര്യത്തിൽ അങ്ങനെ പറഞ്ഞ ആ ഒരു സംഭവം വളരെ മോശമായി. ഇപ്പോൾ അദ്ദേഹം വിൻസിയോട് മാപ്പ് പറഞ്ഞിരിക്കുന്നു. എന്തായാലും മാപ്പ് ചോദിക്കുക എന്നുള്ളത് വലിയ മനസ്സാണ്, പൊറുക്കുക എന്നുള്ളത് അതിലും വലിയ മനസ്സാണ്. എന്തായാലും അത് നല്ല രീതിയിൽ അങ്ങനെ ആയതിൽ വളരെയധികം സന്തോഷം. വേറെ പ്രോബ്ലങ്ങളൊന്നും ഇല്ലാതിരുന്നതിൽ. എന്തായാലും വിൻസി പറയുന്നത് ഷൈം ടോം ചാക്കയും വിൻസിയും ഒക്കെ ഒരു ഇടവകയിലുള്ള ആളുകളാണ് എന്നുള്ളതാണ്. വർഷങ്ങളായിട്ട് അറിയാവുന്ന ആളാണ് എന്നാണ് പറയുന്നത്. എനിക്ക് പറയാനുള്ളത് ഇവർ രണ്ടുപേരും എൻ്റെ വീടിൻ്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ വീട് തൊട്ടടുത്തുള്ള പ്രദേശത്തുള്ള ആളുകളാണ്. പൊന്നാനിയിലാണ് ഇവരുടെ രണ്ടുപേരുടെയും ജന്മസ്ഥലം എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇവർക്ക് ഇത്രയും വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരാളെ കുറിച്ച് ഇതുപോലെ വന്ന് മാധ്യമങ്ങളുടെ അടുത്ത് അയാളെ മോശമാക്കാൻ നിൽക്കണമായിരുന്നോ വിൻസി എന്നാണ് ചോദിക്കാനുള്ളത്. കാരണം നമുക്കറിയാവുന്ന അത്രയും വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരാളെ കുറിച്ചൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് ആലോചിക്കേണ്ടതായിരുന്നു. എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ഒരു സിനിമ പ്രൊമോഷന്റെ ഭാഗമായിട്ട് വിൻസി പറഞ്ഞു വെച്ചതാവാം. ഷൈം ടോം ചാക്ക അതിന് അങ്ങനത്തെ ഒരു ന്യൂസ് വന്നപ്പോൾ കുറെ അനുഭവിച്ചു തോന്നുന്നു. ഇന്റർവ്യൂ ഒക്കെ നടത്തുമ്പോൾ അതിൽ നിന്നൊക്കെ ഇറങ്ങി ഓടുന്ന സംഭവമൊക്കെ നമ്മൾ കണ്ടതാണ്. ഏതായാലും ഇപ്പൊ കുറച്ച് നാളായിട്ട് അദ്ദേഹത്തിന്റെ അച്ഛൻ മരണപ്പെട്ടു, ആക്സിഡന്റ് സംഭവിച്ചു. അതിനുശേഷം അദ്ദേഹം ഇപ്പൊ കുറെ നന്നായിട്ടുണ്ട്. ചെയ്ത സിനിമകളൊക്കെ രണ്ടാമതും പോയി ഡബ് ചെയ്തു എന്നൊക്കെ പറയുന്നു. അതൊക്കെ വളരെ നല്ല കാര്യമാണ്. കാരണം അദ്ദേഹത്തിന്റെ പലപ്പോഴും സംസാരിക്കുമ്പോൾ ചില വാക്കുകളൊന്നും മനസ്സിലാവാത്ത പോലെ ഉണ്ടായിരുന്നു സിനിമകളിൽ. അതൊക്കെ അദ്ദേഹം തിരുത്തി എന്ന് പറയുമ്പോൾ അതൊരു വലിയ കാര്യമാണ്. കാരണം ഒരാള് നന്നാവാൻ തീരുമാനിക്കുന്നു, നന്നാവുക എന്ന് ഉദ്ദേശിച്ചത് അങ്ങനെയല്ല. അദ്ദേഹത്തിന്റെ തെറ്റ് മനസ്സിലായി, അത് തിരുത്തി എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാതെ ജീവിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നു എന്നാണ് പറഞ്ഞത്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് അദ്ദേഹം അല്ല ശരിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അദ്ദേഹത്തെ വെച്ച് കുറെ മാധ്യമങ്ങളാണ് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പല പോകുന്നിടത്തൊക്കെ ക്യാമറയും മൈക്കും ഒക്കെ ആയിട്ട് ചെന്നിട്ട് അയാളുടെ പ്രൈവസി നശിപ്പിക്കുന്ന രീതിയിൽ മാധ്യമങ്ങൾ കുറെ പെരുമാറിയിട്ടുണ്ട് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഒരു കലാകാരൻ എത്ര അധികം കടന്നാക്രമിക്കേണ്ട കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. ഒരു ചെറിയ ചോദ്യം ചോദിക്കുമ്പോഴേക്കും അയാൾ അതിഭീകരമായിട്ട് അതിനെ റിയാക്ട് ചെയ്യുകയും അദ്ദേഹത്തെ കുത്തി ചോദിക്കുന്ന ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിക്കുകയൊക്കെ ഈ പല യൂട്യൂബേഴ്സും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ടായിരുന്നു. അതൊക്കെ ഒരു എന്റർടൈൻമെന്റ് ആയിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും അദ്ദേഹം ഇങ്ങനെ മാപ്പ് പറഞ്ഞ ഒരു സംഭവം അത് അഭിനന്ദാർഹം തന്നെയാണ്. കലാകാരന്മാർക്ക് ഇടയിൽ അത്തരം സംഭവങ്ങൾ സംഭവിക്കുമ്പോഴും അതിനൊരു പരിഹാരം കാണുമ്പോഴൊക്കെ സമൂഹത്തിൽ ഉണ്ടാവുന്ന ഒരു മാറ്റം അത് വലുതാണ്. എന്തായാലും ഷൈം ടോം ചാക്കയ്ക്കും വിൻസിക്കും അവരുടെ പുതിയ സിനിമയ്ക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.